ഛത്തീസ്ഗഡിൽ അറസ്റ്റിലായ കന്യാസ്ത്രീകൾ ജാമ്യം തേടി നാളെ ഹൈക്കോടതിയെ സമീപിക്കും. ഇതിനിടെ പ്രിയങ്ക ഗാന്ധിയുടെ നിർദ്ദേശപ്രകാരം മുൻ മുഖ്യമന്ത്രി ഭൂപേഷ് ബാഗേൽ ദുർഗ് ജയിലിൽ അവരെ കാണാൻ എത്തി. എന്നാൽ കന്യാസ്ത്രീകളെ കാണാനല്ല വന്നതെന്നും ജയിലിലുള്ള കോൺഗ്രസ് പ്രവർത്തകരെ കാണാനാണ് വന്നതെന്നും ബാഗൽ മാധ്യമപ്രവർത്തകരോട് പറഞ്ഞു. കേരളത്തിലും ഛത്തീസ്ഗഡിലും BJPക്ക് രണ്ട് നയമാണെന്നും ബാഗൽ ആരോപിച്ചു. വിവരങ്ങളുമായി ശരത് ലാൽ ചേരുന്നു. ശരത് ലാൽ, ഈ ബാഗേൽ എപ്പോഴാണ് കന്യാസ്ത്രീകളെ അവിടെ കണ്ടിരിക്കുന്നത്? നാളെ ഹൈക്കോടതിയിലേക്ക് പോകാൻ ഉദ്ദേശിച്ചിരിക്കുന്നു കന്യാസ്ത്രീകൾ. എന്തൊക്കെയാണ് മറ്റ് വിവരങ്ങൾ ഈ വാർത്തയുമായി ബന്ധപ്പെട്ട? ലക്ഷ്മി, മുൻ മുഖ്യമന്ത്രി ഭൂപേഷ് ബാഗേൽ ഇവിടെ എത്തിയിരുന്നു. അദ്ദേഹം കന്യാസ്ത്രീകളെ കണ്ടിട്ടില്ല, അതിനല്ല താൻ വന്നത്, കോൺഗ്രസ് പ്രവർത്തകരെ കാണാനാണ് എന്ന മറുപടിയാണ് മാധ്യമ പ്രവർത്തകരോട് പങ്കുവച്ച്. എന്നാൽ BJPക്കെതിരെ രൂക്ഷമായ വിമർശനം നടത്തുകയും ചെയ്തു. BJPക്ക് ഇരട്ടത്താപ്പാണ്. കേരളത്തിൽ ക്രിസ്ത്യാനികളെ വോട്ടിന് വേണ്ടി ക്രിസ്ത്യാനികളെ കൂടെ പിടിക്കുന്നു, എന്നാൽ ഇവിടെ ആവട്ടെ ക്രിസ്ത്യാനികളെ പീഡിപ്പിക്കുന്നു എന്നൊരു വാക്കുകളാണ് അദ്ദേഹം പറഞ്ഞത്. ഏതായാലും അദ്ദേഹം ആവർത്തിച്ച് പറഞ്ഞത് ഞങ്ങൾ കന്യാസ്ത്രീകളെ കാണാൻ വന്നതല്ല എന്നതാണ്. എന്നാലും നമുക്ക് ലഭിക്കുന്ന വിവരം സൂപ്രണ്ടുമായിട്ട് അദ്ദേഹം ഇക്കാര്യങ്ങൾ സംസാരിച്ചു എന്നാണ് അദ്ദേഹത്തോട് അടുത്ത വൃത്തങ്ങൾ നമ്മളോട് പറയുന്നത്. ഏതായാലും അദ്ദേഹം ഇക്കാര്യത്തിൽ വളരെ വ്യക്തമായി പറഞ്ഞിട്ടുണ്ട്, കന്യാസ്ത്രീകളെ കാണാനല്ല വന്നത് എന്നുള്ളത്. പിന്നെ അതേപോലെ തന്നെ വളരെ പ്രധാനപ്പെട്ടതുമാണ്, ഇന്ന് റായ്പൂർ ആർച്ച് ബിഷപ്പിൻ്റെ വസതിയിൽ ചേർന്ന ബന്ധുക്കളും അതുപോലെ തന്നെ സഭ, CBCA, ലീഗൽ സെല്ലും ഒക്കെ എടുത്ത തീരുമാനം എന്നാൽ ഹൈക്കോടതിയിൽ ഹർജി ഫയൽ ചെയ്യുക എന്നതാണ്. NIA കോടതിയിലേക്ക് ഹർജി ഫയൽ ചെയ്യേണ്ട, അല്ലെങ്കിൽ NIA കോടതിയിലേക്ക് പോകേണ്ട എന്നൊരു നിയമോപദേശം ഇപ്പോൾ സ്വീകരിച്ചിരിക്കുകയാണ്. നമ്മളിത് നേരത്തെ തന്നെ ഇക്കാര്യത്തിൽ റിപ്പോർട്ട് ചെയ്തതുമാണ്. ഇപ്പോൾ മാത്രമാണ് കോടതിയിൽ നിന്ന്, സെഷൻസ് കോടതിയിൽ നിന്ന് സർട്ടിഫിക്കറ്റ് കോപ്പി ലഭിച്ചത്. അത് ബിലാസ്പൂർ ഇവിടെ നിന്ന് 4 മണിക്കൂറെങ്കിലും യാത്ര ചെയ്യണം. അതുകൊണ്ട് തന്നെ ഇന്ന് ഈ കാര്യം അവിടെ ഫയൽ ചെയ്യാൻ കഴിയില്ല. അതുകൊണ്ട് തന്നെ നാളെ രാവിലെ ഈ ഹർജി ഫയൽ ചെയ്യും. ഹർജി ഫയൽ ചെയ്താൽ സുപ്രീം കോടതിയിലെ ഉയർന്ന അഭിഭാഷകനെ എത്തിക്കാനുള്ള ശ്രമം നടക്കുന്നുണ്ട്. എന്നാൽ ഹർജി ഫയൽ ചെയ്യുന്നത് ഛത്തീസ്ഗഡ് ഹൈക്കോടതിയിലെ മുതിർന്ന അഭിഭാഷകൻ വഴിയായിരിക്കും എന്നാണ് ഇപ്പോൾ സഭാവൃത്തങ്ങൾ അറിയിച്ചിരിക്കുന്നത്. ഏതായാലും ഇതൊക്കെ നോക്കുമ്പോൾ 7 ദിവസമായി 2 മലയാളി കന്യാസ്ത്രീകളും 7 ദിവസമായി ഈ നമ്മളെ പിറകുള്ള ജയിലിൽ കിടക്കുകയാണ്. ഈ 7 ദിവസം കഴിഞ്ഞു. ഇനി ഹൈക്കോടതിയിൽ ജാമ്യ ഹർജി വരുന്നു. ഏതായാലും 48 ഇനി 3 ദിവസം 42 ദിവസമെങ്കിലും അല്ലെങ്കിൽ 3 ദിവസമെങ്കിലും ജാമ്യം ലഭിക്കുകയാണെങ്കിൽ പോലും അവർക്ക് ഈ ജയിലിനുള്ളിൽ കഴിയേണ്ടി വരും. ഇന്ന് CBCയുടെ ലീഗൽ പ്രതിനിധി സംഘം ഇപ്പോൾ ജയിലിൽ കന്യാസ്ത്രീകളുമായിട്ട് കൂടിക്കാഴ്ച നടത്തുകയാണ്. ഡൽഹിയിൽ നിന്നെത്തിയ CBCയുടെ വനിതാ ലീഗൽ സംഘമാണ്, ആശാപോൾ അടക്കമുള്ള വനിതാ സംഘാംഗങ്ങളാണ് ഇപ്പോൾ ജയിലിനുള്ളിൽ വനിതാ ജയിലിൽ വെച്ച് കന്യാസ്ത്രീകളുമായിട്ട് കൂടിക്കാഴ്ച നടത്തുന്നത്. ഇതാദ്യമായിട്ടാണ് CBCA അംഗം, ഡൽഹിയിൽ നിന്നുള്ള CBCI ഒരു സംഘം ഇപ്പോൾ ഇത്ര 7 ദിവസത്തിനുള്ളിൽ ഇതാദ്യമായിട്ടാണ് കാണാൻ ഇവിടെ ജയിലിൽ എത്തിയിരിക്കുന്നത്. എന്നാൽ ഇവർ തിരിച്ചു വന്ന ശേഷം കാര്യങ്ങൾ നമുക്ക് വ്യക്തതാവും. ഏതായാലും ഇപ്പോൾ ലക്ഷ്മി, ഇപ്പോൾ നിലവിലുള്ള സാഹചര്യത്തിൽ 48 മണിക്കൂറെങ്കിലും, അതായത് 2 ദിവസം കൂടിയെങ്കിലും കന്യാസ്ത്രീകൾ ജാമ്യം ഹർജി പരിഗണിക്കുന്നില്ല, ജാമ്യം ലഭിക്കുകയാണെങ്കിൽ പോലും 2 ദിവസവും കൂടി ജയിലിൽ കഴിയേണ്ടി വരും എന്നുള്ളതാണ് നമുക്ക് ഊഹിക്കാൻ കഴിയുന്നത്. കാരണം ജാമ്യ ഹർജി ഹൈക്കോടതി പരിഗണിക്കുന്നതിന് ചട്ടവട്ടങ്ങളുണ്ട്, അത് നീളും. അതുമാത്രമല്ല, ഡൽഹിയിൽ നിന്ന് അഭിഭാഷകനെ എത്തിക്കുകയാണെങ്കിൽ അത് വെള്ളിയാഴ്ചയാണ്. നാളെ വാദം നടന്നില്ലെങ്കിൽ ശനിയും ഞായറും അവധിയാണ്. അങ്ങനെയാണെങ്കിൽ പിന്നെയും നീളും കന്യാസ്ത്രീകളുടെ മോചനം എന്ന് നമുക്ക് പറയേണ്ടി വരും. നാളെ ഹൈക്കോടതി പരിഗണിച്ചിട്ടില്ലെങ്കിൽ